ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോ നമ്മുടെ ഇന്നത്തെ സിനിമാ വിശേഷത്തിൽ നോക്കാൻ പോകുന്നത് കുറച്ച് അപ്ഡേറ്റ്സുകളാണ്. അതിൽ ആദ്യത്തേത് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസിന്റെയും വൈനോട്ട് സ്റ്റുഡിയോസിന്റെയും ബാനറിൽ പ്രണവ് മോഹൻലാൽ നായകനായിട്ട് എത്തുന്ന ഡൈസ് ഈറെ എന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റ്സ് ആണ്. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇപ്പോ പുറത്തു വന്നിട്ടുണ്ട്. ഇതാണ് ആ പോസ്റ്റർ. നോക്കൂ, പ്രേതങ്ങളുടെ അല്ലെങ്കിൽ ആത്മാക്കളുടെ ഒരു കൂട്ടം വലയത്തിനുള്ളിൽ ഒരു സ്ത്രീ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ ഫസ്റ്റ് ലുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലൊരു പേടി തോന്നുന്നുണ്ട്. അപ്പോ ഹൊറർ ത്രില്ലർ മൂഡിൽ ഒരുങ്ങുന്ന ഈ ചിത്രത്തിന്റെ സംവിധായകൻ എന്ന് പറയുന്നത് രാഹുൽ സദാശിവനാണ്. ചിത്രത്തിന്റെ ടൈറ്റിൽ ടാഗ് ലൈൻ ആയിട്ട് വന്നിരിക്കുന്നത് ദി ഡേറ്റ് ഓഫ് റാത്ത് എന്നാണ്, അഥവാ ക്രോധത്തിന്റെ ദിനം എന്നുള്ള ടൈറ്റിൽ ടാഗ് ലൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. 2025 ഏപ്രിൽ 29 തന്നെ ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയായിട്ടുള്ളതാണ്. നിലവിൽ ചിത്രം പോസ്റ്റ് പ്രൊഡക്ഷൻ ഘട്ടത്തിലാണ്. എന്തായാലും വരുന്ന അപ്ഡേറ്റ്സുകൾ പ്രകാരം ചിത്രം ഒക്ടോബർ 31 തിയേറ്ററുകളിൽ എത്തും എന്നുള്ള അപ്ഡേറ്റ്സ് ആണ് വരുന്നത്. പ്രമേഹത്തിന് ശേഷം പ്രമേഹം ടീമിന്റെ രണ്ടാമത്തെ ചിത്രം ഡൈസ് ഈറെ. അപ്പോ പ്രണവ് മോഹൻലാലിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രത്തെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ കഴിയും എന്നുള്ള സന്തോഷത്തിലാണ് ആരാധകർ. അപ്പോ വരും ദിവസങ്ങളിൽ ഈ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റ്സുകൾ വരുന്നതായിരിക്കും. അടുത്തായി നമ്മൾ നോക്കുന്നത് കിഷ്കിന്ധ കാന്തം, രേഖാചിത്രം, അതുപോലെ സർക്കിട്ട് എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം ആസിഫ് അലി നായകനായിട്ട് എത്തുന്ന അടുത്ത ചിത്രത്തിന്റെ അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. രോഹിത് VSന്റെ സംവിധാനത്തിൽ ആസിഫ് അലി നായകനായിട്ട് എത്തുന്ന ചിത്രത്തിന്റെ പേര് ടിക്കി ടക്ക എന്നാണ്. ജോൺ ഡെൻവർ എന്ന കഥാപാത്രമായിട്ടാണ് ആസിഫ് അലി ഈ ചിത്രത്തിൽ എത്തുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതാണ് ആ ക്യാരക്ടർ പോസ്റ്റർ. പ്രേക്ഷക ശ്രദ്ധ നേടുന്ന വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടർ സെലക്ഷനുകൾ നടത്തുന്ന നടനാണ് നമ്മുടെ ആസിഫ് അലി. അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തെ കുറിച്ച് ആസിഫ് അലി തന്നെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് സ്ഫടികം മാതിരിയുള്ള ഒരു കഥയാണ്, അല്ലെങ്കിൽ അതുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ചിത്രമായിരിക്കും ടിക്കി ടക്ക എന്നാണ്. എന്തായിരുന്നാലും വരും ദിവസങ്ങളിൽ ഈ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റ്സുകൾ വരുന്നതായിരിക്കും. സിജു മാത്യുവും അതുപോലെ ഹാവിസ് സേവിയറുമാണ് ഈ ചിത്രത്തിന്റെ പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് എത്തുന്നത്. അപ്പോ ഈ ചിത്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോ കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.